ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നെക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ് കാണിക്കുന്നത്. ഈ 3 കളർ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലൊരെണ്ണം നമ്മുടെ ലീഫിന് വേണ്ടിയിട്ടും, ഒരെണ്ണം സ്റ്റെമ്മിന് വേണ്ടിയിട്ടും, അതുപോലെ ഒരെണ്ണം ഫ്ലവറിന് വേണ്ടിയിട്ടുമാണ് ചെയ്യുന്നത്. നമ്മൾ ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ഭാഗം നമ്മൾ ലീഫിനാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റെമ്മിനും നമ്മൾ ഡാർക്ക് ഷെയ്ഡാണ് ത്രെഡ് കൊടുക്കുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു സ്റ്റെം എല്ലാം തന്നെ ചെയ്ത് തീർക്കാം. 2 സ്ട്രാൻഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ താഴത്തോട്ട് കുത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴേ നമുക്ക് ചെറിയ ചെറിയ ചെയിനുകളായിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ച് കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ ഇച്ചിരി വലുതാകുമ്പോഴത്തേക്ക് ആ ഒരു ചെയിനിൻ്റെ ഭംഗി നമുക്ക് അത്രയും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇതുപോലെ താഴത്തേക്ക് കുത്തിയെടുത്ത് ചെറിയ ചെറിയ ചെയിനാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായിരിക്കും നമുക്ക് ആ ഒരു ഡിസൈന് കാണാനും ഭംഗി. ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 12 സ്ട്രാൻഡ്സ് ആണ് നമ്മൾ ത്രെഡ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ സാറ്റിൻ സ്റ്റിച്ചായിട്ട് ഒരു ഭാഗം ചരിച്ച് നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പ് മൊത്തം ഈ ഒരു സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടും തയ്ച്ചെടുക്കാം. ഇപ്പോൾ ഫ്ലവർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലീഫ് എല്ലാം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സാറ്റിൻ സ്റ്റിച്ച് 12 സ്ട്രാൻഡ്സ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലീഫ് എല്ലാം തന്നെ തയ്ച്ചെടുക്കാം.
ഇനി ഈ ഒരു ഡിസൈനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. ഫ്രഞ്ച് നോട്ട് 10 സ്റ്റാൻഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇതിനകത്ത് ചെയ്യുന്നത്.